ഒരു 30 സെക്കൻഡ് ഒരു ദിവസം മാറ്റിവെക്കാൻ തയ്യാറാണോ? 30 സെക്കൻഡ് മതി. 30 സെക്കൻഡ് ഒരു ദിവസം മാറ്റിവെക്കാൻ നിങ്ങൾ തയ്യാറാണ് എങ്കിൽ 1 കോടി പുണ്യമാണ് അള്ളാഹു തരുന്നത്. 30 സെക്കൻഡിന് പകരം അള്ളാഹു തരുന്നത് 1 കോടി പുണ്യമാണ്. എന്തായി പറയേണ്ടത്? വിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്താണ്, അതൊരു ദുആയാണ്. ആ ദുആ വിശുദ്ധമായ ഖുർആനിൽ ഒരുപാട് ദുആയുണ്ട്. ആ ദുആകളിൽ പെട്ട ഒരു ദുആ, അത് പറയാൻ ഒരു 30 സെക്കൻഡ് പോലും വേണ്ട. ഞാൻ 30 സെക്കൻഡ് ഇച്ചിരി കൂട്ടി പറഞ്ഞതാണ്. അത് നമ്മൾ ഇൻഷാ അല്ലാഹ് മുടങ്ങാതെ ഒരു ദിവസം ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ പറഞ്ഞാൽ ആ പറഞ്ഞ ദിവസം 1 കോടി പുണ്യം. അതെന്താണ് കിട്ടുക? അത് അള്ളാഹ്ക്ക് മാത്രം അറിയാം എന്താ തരുന്നത്. പക്ഷേ മുടങ്ങാതെ പറഞ്ഞാൽ 1 കോടി പുണ്യം അള്ളാഹു തരും. ഏതാണ് ആ ദുആ? എന്താണ് അതിൻ്റെ അർത്ഥം? വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം. ഒരുപാട് പേര് ഇപ്പം നമ്മുടെ വീഡിയോകൾക്ക് താഴെ നോക്കിയാൽ ഒരു സെക്ഷൻ കമന്റ് തന്നെ എന്താ, ഉസ്താദേ വാപ്പ മരണപ്പെട്ടു, ഉമ്മ മരണപ്പെട്ടു, ഭാര്യ മരണപ്പെട്ടു, ഭർത്താവ് മരണപ്പെട്ടു, അവർക്ക് വേണ്ടിയൊക്കെ ദ്വാരക്കണേ എന്ന് ഒരുപാട് പേര് ദ്വാവസിയത്തുണ്ട്. അപ്പോൾ മരണപ്പെട്ട നമ്മുടെ വാപ്പ, ഉമ്മ, മാതാപിതാക്കൾ അല്ലെങ്കിൽ ബന്ധുമിത്രാദികൾ, അവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണ്ടേ? മരണപ്പെട്ടവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന നമ്മൾ ചെയ്യേണ്ട 7 കാര്യങ്ങൾ വളരെ സിമ്പിളാണ്. 7 കാര്യങ്ങൾ. ആ 7 കാര്യങ്ങൾ ഒരാൾ ചെയ്യുന്നുണ്ടോ, അൽഹംദുലില്ലാ, മരണപ്പെട്ടവർ നമ്മെ കൊണ്ട് തൃപ്തിയാകും. അള്ളാഹു തൗഫീക്ക് തരട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഏതൊക്കെയാണ് 7 കാര്യമെന്ന് വിശദമായി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുകയാണ്. ഒരുപാട് പേര് ചോദിച്ചു, ഉസ്താദ് ഈ മരണപ്പെട്ട വാപ്പാക്കും ഉമ്മാക്കൊക്കെ വേണ്ടി എങ്ങനെ നമ്മൾ സലാം പറയും? ഒരു മക്ബറയിലേക്ക് കടന്നു ചെന്നാൽ എങ്ങനെയാണ് നമ്മൾ സലാം പറയേണ്ടത്? ഒരു ഖബർസ്ഥാനിലേക്ക് ചെന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ നമ്മളോട് സുന്നത്തായിട്ട് പറഞ്ഞ ഒരു സലാമുണ്ട്. ആ സലാമിന്റെ പൂർണ്ണമായിട്ടുള്ള രൂപം ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് പഠിക്കാം. വീഡിയോ അവസാനം വരെ കാണണേ. ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കണ്ട. അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ശബ്ദം കേൾക്കുന്ന പ്രിയം നിറഞ്ഞ ഉമ്മമാരെ, ഉപ്പമാരെ, അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ കരുണ കിട്ടിയ, അള്ളാഹുവിൻ്റെ കാവൽ കിട്ടുന്ന, അള്ളാഹുവിൻ്റെ എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും കിട്ടുന്ന, പടച്ചവൻ്റെ കോപത്തിൽ നിന്നും കാവൽ കിട്ടുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും അള്ളാഹു തന്നെ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നത്തെ ഈ ദിവസം അൽഹംദുലില്ലാ നമ്മൾ തുടങ്ങുന്നത് തന്നെ ഒരു സ്വലാത്ത് ചൊല്ലിക്കൊണ്ടാവാം. നമുക്കൊരു സ്വലാത്ത് ചൊല്ലിയാലോ? സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും ഒന്നിച്ചൊന്ന് ചൊല്ലിക്കേ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ സ്വലാത്ത് നീ സ്വീകരിക്കണേ റഹ്മാനെ. ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഈ ദിവസം, ഇനിയുള്ള ദിവസങ്ങളിലും നിന്റെ കാവൽ തരണേ അല്ലാ. എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും നീ മാറ്റിത്തരണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് യാത്രകൾ ചെയ്യുന്ന പ്രവാചകനാണ് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം. അപ്പോൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം പറയുന്ന കിതാബുകളിലൊക്കെ നമുക്ക് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ഖസസുൽ അംബിയ വൽ ഔലിയ എന്ന് പറഞ്ഞ് ഞാനൊക്കെ ദർസിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ലൈബ്രറിയിൽ ആ ഒരു കിതാബിൻ്റെ പരിഭാഷ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഓരോ പ്രവാചകന്മാരുടെയും ഔലിയാക്കന്മാരുടെയൊക്കെ കഥകളാണ്. ചെറിയ കുട്ടികൾക്ക് അതൊക്കെ വായിക്കാൻ അന്നത്തെ കാലത്ത്, അന്നിപ്പോൾ ഇന്നത്തെ ദർസുകളിൽ ഒരുപക്ഷെ ഇല്ലായിരിക്കാം, പക്ഷെ പണ്ടുള്ള ദർസുകളിൽ ഒട്ടും തന്നെ ഇല്ലായിരുന്നു മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. കർശനമായ ഉസ്താദുമാർ ഭയങ്കര നിർദ്ദേശങ്ങളായിരുന്നു. ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ഈ കാര്യത്തിൽ. മൊബൈൽ ഉപയോഗിക്കാനേ പാടില്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ആധുനിക സംവിധാനങ്ങളൊക്കെ മാറി വരുന്നു. കുട്ടികളൊക്കെ ഓൺലൈൻ ക്ലാസ് ആണ്. അപ്പോൾ പല ദർസുകളിലും മൊബൈലൊക്കെ അനുവദിച്ചു വരുന്നുണ്ട്. അതല്ല നമ്മുടെ വിഷയം. അപ്പോൾ ഈ മൊബൈലൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് നമുക്ക് പ്രധാനപ്പെട്ട ഹോബി എന്ന് പറഞ്ഞാൽ പുസ്തകങ്ങൾ വായിക്കല. പ്രത്യേകിച്ച് ഈ മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ, ഔലിയാക്കന്മാരുടെ, അതുപോലെ സ്വാലിഹീങ്ങളുടെയൊക്കെ രസകരമായ ഒരുപാട് നമുക്ക് ഗുണപാഠം കിട്ടുന്ന ഒരുപാട് ചരിത്രങ്ങൾ ഉണ്ടായിരുന്നു. അത്തരത്തിൽ പ്രവാചകന്മാരുടെ ചരിത്രത്തിൽപ്പെട്ട വളരെ നമുക്ക് ഇൻട്രസ്റ്റ് ആയ, വായിക്കാൻ ഭയങ്കര ആകാംക്ഷയോടുകൂടി വായിക്കുന്ന ചരിത്രങ്ങളാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം. അപ്പൊ അങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ ഒരു കിതാബ് അതിന്റെ പരിഭാഷ ഇങ്ങനെ വായിക്കുമ്പോൾ അതിനകത്ത് കണ്ട ഒരു ചരിത്രം, ചെറിയ പ്രായത്തിൽ ഏകദേശം ദർസിൽ പോയി രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വായിച്ചതാണ്. അത് ഞാൻ വായിച്ച് പെട്ടെന്ന് നമുക്കത് മനഃപ്പാഠമാക്കാൻ പറ്റുകയും ഞാനത് പിറ്റേന്ന് നമുക്ക് ഈ സമാജം ഉണ്ടാകും.
എല്ലാ വ്യാഴാഴ്ചയും ഞാൻ ജാമിയ ബദ്രി അറബി കോളേജിൽ മൂവാറ്റുപുഴ പിഴയ്ക്കാപ്പള്ളി എറണാകുളം ജില്ലയിലെ ആ കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ ആഴ്ചയിൽ വ്യാഴാഴ്ച മഗ്രിബിന് ശേഷം തൊട്ട് സമാജമുണ്ട്. കുട്ടികളൊക്കെ പല ബാച്ചുകളാക്കി തിരിച്ചിട്ട് പ്രസംഗം, പാട്ട്, അതുപോലെ തന്നെ ഖുർആൻ പാരായണം, പിന്നെ സംഭാഷണം, അങ്ങനെ പല പല പ്രബന്ധം അവതരിപ്പിക്കുക, അങ്ങനെ പല പല തരത്തിലുള്ള പരിപാടികളുണ്ടായിരുന്നു. അപ്പം അതിൽ ഈ ഇൽമിൻ്റെ മഹത്വം എന്ന വിഷയത്തിൽ ഒരു പ്രസംഗമായിരുന്നു അന്ന് സമാജത്തിലിട്ടത്. അപ്പം അന്ന് ഞാൻ എൻ്റെ ദർസിൽ പറഞ്ഞ ഒരു ചെറിയ ചരിത്രമാണ്. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും ഇത്. മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ ഒരു ദിവസം ഒരു മക്ബറയിലൂടെ, ഒരുപാട് ഖബർസ്ഥാൻ ആളുകളൊക്കെ മരിച്ചിട്ട് ഖബറടക്കിയ സ്ഥലത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ഖബറിൻ്റെ അരികിലെത്തിയപ്പോൾ മഹാനവറുകൾ അവിടെ നിന്നു. അവിടെ നിന്ന് കുറച്ച് നേരം ആ ഖബറിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് മഹാനവറുകൾ പോയി. ഭയങ്കര വിഷമത്തോടുകൂടിയാണ് മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പോകുന്നത്. ഒരുപാട് നേരം കഴിഞ്ഞ് പിന്നെ മഹാനവറുകൾ ആ വഴിയിലൂടെ തിരിച്ചു വരുമ്പോൾ മഹാനവറുകൾ ആ ഖബറിന്റെ അടുക്കലെത്തി പിന്നെയും ആ ഖബറിലേക്ക് നോക്കിയിട്ടൊന്ന് ചിരിക്കുന്നുണ്ട്. കൂടെയുള്ള ശിഷ്യന്മാർ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ ഈ ഖബർ നോക്കിയിട്ട് ഭയങ്കര വിഷമത്തോടു കൂടിയിരുന്നു, തിരിച്ചു വന്നപ്പോൾ ഈ ഖബർ നോക്കിയിട്ട് സന്തോഷിക്കുന്നു, ചിരിക്കുന്നു, എന്താ കാരണം? ആ സമയത്ത് മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞൊരു വാക്കുണ്ട്. അതായത്, ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ ഒരുപാട് അദാബുകളെ കൊണ്ട് ശിക്ഷ അനുഭവിക്കുകയായിരുന്നു. ഒരുപാട് ശിക്ഷ, ഒരുപാട് അദാബ് ഇയാൾ ഈ ഖബറിൽ അനുഭവിക്കുന്നുണ്ടായിരുന്നു. ഞാൻ തിരിച്ചു വന്നപ്പോൾ ആ ഖബറിലേക്ക് നോക്കുമ്പോൾ അയാൾ ഭയങ്കര സന്തോഷത്തിലാണ്. സ്വർഗീയമായ ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു താല അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടുകൊണ്ട് അള്ളാഹിനോട് ചോദിച്ചു, അള്ളാഹുവേ, എങ്ങനെയാണ് ഈ ഒരു അത്ഭുതം നടന്നത്? എങ്ങനെയാണ് ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റമുണ്ടായത്? ഇദ്ദേഹം ഒരുപാട് ശിക്ഷ അനുഭവിക്കുന്ന ആളായിരുന്നു. പെട്ടെന്ന് ഇദ്ദേഹത്തിന്റെ ശിക്ഷയൊക്കെ മാറി. എങ്ങനെയാണ്? ആ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അറിയിച്ചു കൊടുത്തു, ഈസാ നബിയെ, നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ഈ മനുഷ്യൻ ദുനിയാവിൽ ഒരുപാട് തിന്മ ചെയ്ത ആളാണ്, നന്മയൊക്കെ വളരെ കുറവ്, അതുകൊണ്ടാണ് ശിക്ഷിക്കപ്പെട്ടത്. ഇദ്ദേഹം മരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും മകനും വീട്ടിൽ തനിച്ചായിരുന്നു. അങ്ങനെ ഈ ഭാര്യ എന്ത് ചെയ്തു? ഈ മകനെ ദർസ് പഠിപ്പിക്കാൻ വേണ്ടി, അള്ളാഹുവിനെ പറ്റി പഠിക്കാനൊക്കെയായി ഒരു ഉസ്താദിന്റെ അടുക്കലേക്ക് കൊണ്ടുപോയാക്കി, ഒരു വലിയ പണ്ഡിതന്റെ അടുക്കൽ കൊണ്ടുപോയാക്കി. അങ്ങനെ ആ പണ്ഡിതൻ എന്ത് ചെയ്തു? ഈ കുട്ടിയെ വിളിച്ച് അടുത്ത് ഇരുത്തിയിട്ട് പറയുകയാണ്, മോനെ, ഞാൻ പറയുന്നത് പോലെ നീ പറയണം, ഉച്ചരിക്കണം. അങ്ങനെ ആ ഉസ്താദ് പറഞ്ഞു കൊടുത്തു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അങ്ങനെ ആ കുട്ടി ഏറ്റു പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ ആ കുട്ടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഈ ഖബറിലെ ശിക്ഷ ഒഴിവാക്കി കൊടുത്തു. അതായത് ഈ മനുഷ്യന്റെ കുട്ടിയാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്ക് പറഞ്ഞത്. അതായത് അള്ളാഹുവിൻ്റെ റഹ്മത്ത്, അള്ളാഹുവിൻ്റെ കരുണ, ആ വാക്ക് ഇയാളുടെ മകൻ പറയുമ്പോൾ, ഈ മകൻ അങ്ങനെ പറയാനുള്ള കാരണം, ഈ മകൻ ഉണ്ടാവാനുള്ള കാരണം ഈ പിതാവാണ്. അപ്പോൾ ഈ എൻ്റെ റഹ്മത്തിനെ പറ്റി ഈ കുട്ടി ഇങ്ങനെ പറയുമ്പോൾ ഞാൻ എങ്ങനെയാണ് ഈ കുട്ടിയുടെ പിതാവിനെ ഞാൻ അദാബിലാക്കുക? അതുകൊണ്ട് ആ കുട്ടി പറഞ്ഞ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്കിന്റെ ബറക്കത്ത് കൊണ്ട് ആ കുട്ടിയുടെ വാപ്പയാകുന്ന ഇയാളുടെ ഖബറിൽ ഞാൻ വലിയ സമാധാനവും അയാളുടെ ശിക്ഷയൊക്കെ ഒഴിവാക്കി കൊടുത്തതാണ് നബിയെ എന്ന് മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അല്ലാഹ് പറഞ്ഞു എന്നാണ്. ഞാനിത് പറയാനുള്ള കാരണം നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് കമന്റ് വരാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു സെക്ഷൻ കമന്റ് ആണ്, ഉസ്താദെ, വാപ്പ മരണപ്പെട്ടു, ഉമ്മ മരണപ്പെട്ടു, ഭാര്യ മരണപ്പെട്ടു, ഭർത്താവ് മരണപ്പെട്ടു, അല്ലെങ്കിൽ മക്കൾ മരണപ്പെട്ടു, അല്ലെങ്കിൽ ബന്ധുമിത്രാദികൾ മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ വസിയ്യത്ത് ഒരുപാട് ആളുകൾ പറയാറുണ്ട്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായും പഠിക്കാൻ പോകുന്നത് മരണപ്പെട്ട നമ്മുടെ ബന്ധുമിത്രാദികൾ, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ, മരണപ്പെട്ടവർ ആരൊക്കെ ഉണ്ടോ അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില ഇബാദത്തുകൾ, പ്രത്യേകിച്ച് 7ഓളം വരുന്ന നമുക്ക് മരണപ്പെട്ടവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന നമ്മൾ ചെയ്യേണ്ട 7 ഇബാദത്തുകളാണ് പ്രധാനമായും നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു ഹദീസ്, ഇദാ മാത ഇൻസാൻ, ഒരു മനുഷ്യൻ മരിച്ചാൽ, അല്ലെങ്കിൽ മറ്റൊരു ഹദീസിൽ ഇദാ മാത ഇബ്നു ആദം എന്നും കാണാം, അവന്റെ എല്ലാ അമലുകളും മുറിഞ്ഞു പോകും. അവന്റെ നിസ്കാരം, നോമ്പൊക്കെ മുറിഞ്ഞു പോകും. പിന്നെ അവനിക്ക് നിസ്കാരം, നോമ്പൊന്നുമില്ല. ഇല്ലാ മിൻ സലാസ്, 3 കാര്യം അവനിക്ക് ഉണ്ടാകും. എന്താണ്? ഒന്നാമത്തേത് സ്വദഖത്തുൻ ജാരിയ, രണ്ടാമത്തേത് ഇൽമുൻ യൻതഫിഉ ബിഹി, മൂന്നാമത്തേത് വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു. ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് സ്വദഖത്തുൻ ജാരിയ. ഈ മനുഷ്യൻ
മരിക്കുന്നതിന് മുമ്പ് ജാരിയായ സ്വതക്ക എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതിൻ്റെയൊക്കെ പ്രതിഫലം അല്ലാഹു തആല അയാൾക്ക് ഖബറിൽ കൊടുത്തുകൊണ്ടിരിക്കും. ജാരിയായ സ്വതക്കയിൽ പെട്ടതാണ് വിശുദ്ധമായ അള്ളാഹുവിൻ്റെ പള്ളിയിലേക്ക് ഖുർആൻ കൊടുക്കുക. ഒരു ഖുർആൻ വഖഫ് ചെയ്തു ഒരു ഖുർആൻ കൊടുക്കുക. ആ ഖുർആൻ എത്രമാത്രം ആളുകൾ ഇങ്ങനെ കൈമാറ്റം ചെയ്തിങ്ങനെ ഓതുന്നോ അതിനനുസരിച്ച് ഇയാളുടെ ജീവിതത്തിൽ ഇയാൾ മരിച്ചു കഴിഞ്ഞാലും പ്രതിഫലം കിട്ടും. അതുപോലെ പള്ളി പണിയാൻ വേണ്ടി സഹായിക്കുക, മദ്രസക്ക് വേണ്ടി സഹായിക്കുക, ദീനീ കാര്യങ്ങൾക്ക് വേണ്ടി സഹായിക്കുക, അല്ലെങ്കിൽ പൊതുവായി വഴിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളൊന്ന് എളുപ്പം ചെയ്തു കൊടുക്കുക. നമ്മുടെ മതിലൊന്ന് വളച്ചു കെട്ടിയാൽ ആളുകൾക്ക് സഞ്ചരിക്കാൻ വളരെയധികം എളുപ്പമാകുമെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്തു കൊടുക്കുക. പിന്നെ നമ്മുടെ പറമ്പിൽ നിന്നും മറ്റൊരാളുടെ പറമ്പിലേക്ക് എന്തെങ്കിലുമൊക്കെ ചാഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കുക. അതൊക്കെ പരോപകാരമാണ്. അത് നമുക്ക് ഖബറിലേക്ക് ഇങ്ങനെ പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ ജാരിയായ സ്വതക്ക. രണ്ടാമത്തേത് നമ്മൾ പഠിക്കുകയും അതിനനുസരിച്ച് അമൽ ചെയ്യുകയും ചെയ്ത കാര്യങ്ങൾ. നമ്മളിപ്പോൾ ഒരു കാര്യം പഠിച്ചു അല്ലെ, നിസ്കരിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നോമ്പ് പിടിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതനുസരിച്ച് നമ്മൾ ജീവിതത്തിൽ അമൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെയും പ്രതിഫലം നമുക്ക് ഖബറിൽ കിട്ടും. മൂന്നാമത്തേത് ഔ വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, അവനിക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സ്വാലിഹായ സന്താനം. ഇപ്പൊ ഈസാ നബിയുടെ ചരിത്രത്തിൽ നമ്മൾ മനസ്സിലായത് ആ കുട്ടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അള്ളാഹുവിന്റെ വാക്ക് പറഞ്ഞപ്പോൾ തന്നെ അള്ളാഹു തആല ആ കുട്ടിയുടെ പിതാവിന്റെ ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുത്തു എന്നാണ്. അപ്പൊ അത്രമാത്രം വലിയ എഫക്റ്റീവാണ് എന്ത്, മരണപ്പെട്ടുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾ ദുആ ചെയ്യുക അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വളരെയധികം ഇഷ്ടമാണ്. ആ മാതാപിതാക്കളുടെ ഖബർ അള്ളാഹു തആല സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കി കൊടുക്കും. അള്ളാഹു തആല നമ്മളിൽ നിന്നും മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അള്ളാഹു സ്വർഗം കൊടുക്കുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും അള്ളാഹു ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ. ആമീൻ. അപ്പോൾ മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു, മരണപ്പെട്ട ആളുകൾക്ക് പ്രത്യേകിച്ച് മാതാപിതാക്കൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന, ഇനി മക്കൾ മരണപ്പെട്ടാൽ മാതാപിതാക്കളും അങ്ങനെ ആരൊക്കെ മരണപ്പെട്ടോ അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാമത്തെ കാര്യം അവർക്ക് വേണ്ടി ദുആ ചെയ്യലാണ്. മാതാപിതാക്കൾ മരണപ്പെട്ടെങ്കിൽ അവർക്ക് വേണ്ടി എപ്പോഴും എല്ലാ ദിവസവും മറന്നു പോവാതെ നമ്മൾ ദുആ ഇറക്കണം. കാരണം നമ്മളാണ് മരിച്ചതെങ്കിൽ അല്ലെ, ഒരു മകൻ മരിച്ചാൽ ഉമ്മ ഒരിക്കലും പിന്നെ ജീവിതത്തിൽ ആ കുട്ടിയെ മറക്കൂല. എല്ലാ ദിവസവും ആരൊക്കെ മറന്നാലും, ചിലപ്പോൾ വാപ്പ ഉൾപ്പെടെ മറന്നുപോയിട്ടുണ്ടാകും, പക്ഷേ ഉമ്മ മറക്കില്ല. ഉമ്മ എപ്പോഴും എൻ്റെ മോനിക്ക് വേണ്ടി ഒരു ഫാത്തിഹ, എൻ്റെ മരണപ്പെട്ട എൻ്റെ പൊന്നുമോൻ അല്ലെങ്കിൽ എൻ്റെ പൊന്നുമോൾക്ക് വേണ്ടി എപ്പോഴും ഫാത്തിഹ എല്ലാ ദിവസവും മുടങ്ങാതെ ഫാത്തിഹ എങ്കിലും കുറഞ്ഞത് ഒരു ഉമ്മ ഓതിയിരിക്കുമെന്നാണ്. അതാണ് ഉമ്മമാർക്ക് മക്കളോടുള്ള സ്നേഹം. തിരിച്ച് സ്നേഹം കുറവായിരിക്കും അല്ലെ. നമ്മുടെയൊക്കെ എത്രയോ ഉമ്മമാർ വാപ്പമാരൊക്കെ മരണപ്പെട്ടു പോയി, നമ്മളൊക്കെ എല്ലാ ദിവസവും ഓതാറുണ്ടോ? ഞാനൊന്ന് ചോദിക്കട്ടെ, മരണപ്പെട്ടുപോയ വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി എല്ലാ ദിവസവും മുടങ്ങാതെ യാസീൻ ഓതുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് എഴുതാൻ പറ്റുമോ? ഉസ്താദ് ഞാൻ ഓതുന്നുണ്ടെന്ന്, അൽഹംദുലില്ലാ, അവർക്ക് വേണ്ടി പ്രത്യേകം ദുആരക്കും അല്ലാഹു എല്ലാവർക്കും ഖൈർ കൊടുക്കുമാറാവട്ടെ. അപ്പൊ മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒന്നാമത്തെ കാര്യം അവർക്ക് വേണ്ടി ദുആ ചെയ്യലാണ് അല്ലെ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, ശുദ്ധമായ ഖുർആനിലുള്ള ദുആയാണ്. അത് മരണപ്പെട്ട മാതാപിതാക്കളാവട്ടെ ജീവിച്ചിരിക്കുന്നവരാവട്ടെ അവർക്കൊക്കെ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റിയ ദുആയാണ് റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. നമ്മൾ ചെയ്യുന്നത് എപ്പോഴും നമ്മൾ ദുആരക്കുന്നതാണ്. ഒരു മനുഷ്യൻ ദുആ ചെയ്യുമ്പോൾ മാതാപിതാക്കൾക്ക് വേണ്ടി അവൻ ദുആരുന്നില്ലെങ്കിൽ അവന്റെ ദുആ സ്വീകരിക്കില്ലെന്നാണ്. അല്ലാഹു കാക്കട്ടെ. അതുകൊണ്ടൊന്നും നമുക്ക് ഇപ്പൊ തന്നെ ഒന്ന് ദുആ ചെയ്താലോ? ജീവിച്ചിരിക്കുന്ന നമ്മുടെ ഉമ്മയും വാപ്പയും അല്ലെങ്കിൽ മരണപ്പെട്ടു പോയ ഉമ്മയും വാപ്പയും എല്ലാവർക്കും അല്ലാഹു ഖൈർ കൊടുക്കണം. അതുകൊണ്ട് എല്ലാവരും ഒന്നിച്ച് പറഞ്ഞ് റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. ഇനി ഒരു ദുആ ഞാൻ പഠിപ്പിച്ചു തരാം. അതായത് ഒരു 30 സെക്കൻഡ് പോലും വേണ്ട ഈ ദുആ പറയാൻ. ഈ ദുആ പറഞ്ഞാൽ എല്ലാ ദിവസവും മുടങ്ങാതെ ഒരു പ്രാവശ്യം എങ്കിലും നമ്മൾ ഈ ദുആ പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലം 1 കോടി പ്രതിഫലങ്ങൾ, 1 കോടി നന്മയാണ്, 1 കോടി നേട്ടങ്ങളാണ്, 1 കോടി പ്രതിഫലങ്ങൾ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നും വാരിക്കോരി കിട്ടും. ഏതാണ് ആ ദുആ? ഏതാണ് ആ ദുആ? വിശുദ്ധമായ ഖുർആനിലുള്ള ദുആയാണ്. ഏതാണ് ആ ദുആ? വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഹശ്റിന്റെ 10ാമത്തെ ആയത്താണ്. ഏതാണ് ആയത്ത്? റബ്ബനഗ്ഫിർ ലനാ വലി ഇഖ്വാനിനല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. എൻ്റെ ഉസ്താദ്, ഇത് എന്തോ വലിയ ദുആയാണല്ലോ. വളരെ ചെറിയ ദുആയാണ്. ഇതെല്ലാ വെള്ളിയാഴ്ചയും ഹത്തീബ് ഉസ്താദുമാര് മിമ്പറിൽ വെച്ച് പറയുന്നൊരു ദുആയാണിത്. ഈ ദുആ പറയാതെ ഒരു മിമ്പറിൽ നിന്നും ഒരു ഹത്തീബ് ഇറങ്ങൂല. എല്ലാ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആകുന്ന ആദ്യത്തെ മനുഷ്യൻ, ആദ്യത്തെ പ്രവാചകൻ, ആദ്യത്തെ മുഅ്മിൻ,
ആ മഹാനായ ആദം നബി തൊട്ട് ലോകാവസാനം നടക്കുന്നതിന്റെ തൊട്ടു മുമ്പ് മരിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയുള്ള ദുആയാണ്. കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതും ജീവിച്ചിരിക്കുന്നതുമായ എല്ലാ മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയുള്ള ദുആയാണ്. അപ്പോൾ ഒരു 30 സെക്കൻഡ് വേണം. ഞാൻ 30 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നല്ല രൂപത്തിൽ നമ്മൾ ഓതുമ്പോൾ ചിലപ്പോൾ അത്ര സമയം ആയാലോ, ഒരു 15 സെക്കൻഡ് മതി ഈ ഒരു ദുആ പറയാൻ. അപ്പൊ ഈ ദുആ നമ്മൾ ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും പറഞ്ഞാൽ അൽഹംദുലില്ലാഹ് കിട്ടുന്നത് 1 കോടി പുണ്യമാണ്. അല്ലാഹു തആല ഇത് നമുക്ക് പാരായണം ചെയ്യാനുള്ള തൗഫീക്ക് തരുമാറാവട്ടെ. ഇത് പാരായണം ചെയ്യുമ്പോൾ, ഈ ദുആ പറയുമ്പോൾ എന്തൊക്കെ നേട്ടങ്ങളുണ്ടോ അത് അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. ആമീൻ. നമുക്കൊന്ന് പറഞ്ഞാലോ. റബ്ബനാ ഗഫിർ ലനാ വലിഖ്വാനിനല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. എന്താ അതിന്റെ അർത്ഥം? അല്ലാഹുവേ, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ഞങ്ങളുടെ സഹോദരന്മാർ, ഞങ്ങളുടെ സഹോദരിമാർ, അതായത് മുഅ്മിനീങ്ങൾ എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണമേ അല്ലാ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട്, മുഅ്മിനീങ്ങളായ ആളുകളോട് ഞങ്ങളുടെ മനസ്സിൽ ഒരു വിദ്വേഷവും ഒരു പകയും നീ ഉണ്ടാക്കരുതേ അല്ലാ. ഞങ്ങളുടെ രക്ഷിതാവായ റബ്ബേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനാണ്, നീ കരുണയുള്ളവനാണ്. ഒന്നുകൂടി പറഞ്ഞാലോ ആ ദുആ. റബ്ബനാ ഗഫിർ ലനാ വലിഖ്വാനിനല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. ഇതാണ് ആ ദുആ.